തെരുവുനായയുടെ കടിയേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ 7 വയസ്സുകാരുടെ മൃതദേഹം ഇപ്പോൾ പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ എത്തിച്ചു എന്നുള്ളതാണ്. സുജിത് സുരേന്ദ്രൻ അവിടെ ചെയ്യുന്നുണ്ട്. സുജിത്ത്, അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന കാഴ്ചകൾ, വാർത്തകൾ നമ്മൾ രാവിലെ മുതൽ കാണുക കേൾക്കുകയായിരുന്നു. എപ്പോഴാണ് പള്ളിയിൽ കബറടക്കം, സുജിത്ത്? ഹഷ്മി, ഇപ്പോൾ മൃതദേഹം ആലഞ്ചേരി മുസ്ലിം ജമാഅത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മറ്റ് ചടങ്ങുകൾ ഉണ്ട്, മതപരമായ ചില ചടങ്ങുകളുണ്ട്. എങ്കിലും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഖബറടക്കം നടക്കുക എന്നാണ് പള്ളി ജമാഅത്ത് ഭാരവാഹികൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ജമാഅത്ത് ഭാരവാഹികൾ നമുക്കിപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ചടങ്ങുകൾ? മാനദണ്ഡങ്ങൾ പാലിച്ച് ആയിരിക്കുമല്ലോ സംസ്കാരം? നമ്മൾ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് സൂപ്രണ്ടിനോട് സംസാരിച്ചു. പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് നമ്മളിവിടെ ഖബറടക്കം ചെയ്യുന്നത്. അതായത് ഹഷ്മി, ഇപ്പോൾ ഇവിടെ മൃതം എത്തിച്ചു. ഇനിയിപ്പോൾ മതപരമായ ചില ചടങ്ങുകൾ ഉണ്ട്. അത് മയ്യത്ത് നമസ്കാരം ഉൾപ്പെടെയുള്ള ചില ചടങ്ങുകളുണ്ട്. അതൊക്കെ തന്നെ നടക്കും. പക്ഷേ ഈ മൃതദേഹം കൃത്യമായി അവിടെ നിന്നും പൊതിഞ്ഞാണ് അയച്ചിട്ടുള്ളത്. അത് അഴിക്കാനോ മറ്റ് കാര്യങ്ങളോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്രമീകരണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അധിക സമയം മൃതദേഹം ഇങ്ങനെ വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജമാഅത്ത് ഭാരവാഹികൾ, ഒപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വാർഡ് മെമ്പർമാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളോട് പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെ പ്രതികരിച്ചാണ്. കഴിഞ്ഞ വാർഡ് മെമ്പർ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, ഈ അറവുശാലയിലെ മാലിന്യങ്ങളും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ നിരവധി പേരുടെ ജീവനെടുക്കുന്നത്. ഈ തെരുവ് നായ്ക്കൾ വർദ്ധിക്കാൻ കാരണം അത് തന്നെയാണെന്ന് പറയുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ലിനി സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. മെമ്പറെ, പ്രാർത്ഥനകൾ വിഫലമായി. വളരെ ഒരു ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. എന്താ പറയേണ്ടതെന്ന് പോലും പറ്റാത്തൊരവസ്ഥ. ഹഷ്മി, തീർച്ചയായും വാക്കുകൾ ഇടറുകയാണ് എല്ലാവരുടെയും. പ്രത്യേകിച്ച് ആ സഹോദരൻ്റെ കരച്ചിൽ, ബന്ധുക്കളുടെ ആ കരച്ചിൽ, കുഞ്ഞു സഹോദരനാണ് ഇവിടെ കരയുന്നത്. അവനെ സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പലർക്കും വാക്കുകൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെയൊക്കെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ രാത്രിയിലൊക്കെ ഉറക്കമിളച്ച് ഇവിടെ നിൽക്കുകയാണ്. സംസ്കാരത്തിന്, ഈ ഖബറടക്കത്തിനൊക്കെ തന്നെ ഈ പ്രത്യേകം കോവിഡ് പ്രോട്ടോകോൾ എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. സംസ്കാരം ആ രീതിയിലാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. മൃതദേഹത്തിന് അരികിലേക്ക് ചെല്ലുന്നതിന് പോലും നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് റെജീന തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. പ്രസിഡന്റ്, ഇന്നലെ രാത്രിയിലും പ്രസിഡന്റ് നമ്മൾ സംസാരിച്ചിരുന്നു. രാത്രി 2 മണിക്കും സംസാരിക്കുമ്പോഴാണ് ഈ വാർത്ത നമ്മൾ അറിയുന്നത്, കുഞ്ഞ് മരിച്ചു എന്നുള്ള കാര്യം. പ്രാർത്ഥനകളൊക്കെ തന്നെ വിഫലമായി. അവസാനം ഒരു തുള്ളു പ്രതീക്ഷ എല്ലാവരുടെയും ഉള്ളിൽ ബാക്കിയുണ്ടായി. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടു കൂടിയായിരുന്നു. പക്ഷേ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള അനുശോചന കുടുംബത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അവരുടെ മതാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ നടക്കുകയാണ്. അതിനായിട്ടാണ് നമ്മൾ PPE കിറ്റ് ഉൾപ്പെടെ. ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ABC പദ്ധതി അടക്കം പലയിടങ്ങളിലും താളം തെറ്റുന്നതാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം താളം തെറ്റുന്നതാണ് ഇത്തരത്തിലൊരു തെരുവ് നായ്ക്കൾ പെരുകാനുണ്ടാകുന്ന ഒരു സാഹചര്യം. അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഇരയായി മാറിയിരിക്കുകയാണ് ഈ കുഞ്ഞ്. തീർച്ചയായിട്ടും, അതായത് നമ്മുടെ മുക്തമാക്കാനായിട്ട് നമുക്ക് പൂർണ്ണമായും സാധിക്കാത്ത ഒരവസ്ഥയാണ്. കാരണം നമ്മൾ ഒരു സൈഡിൽ നിന്ന് വേസ്റ്റുകളെല്ലാം നീക്കി വരുമ്പോൾ ആ ഭാഗത്ത് തന്നെ വീണ്ടും കൊണ്ട് നിക്ഷേപിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരുവുനായുടെ ശല്യം വളരെ കൂടുതലായിട്ട്, എവിടെ മാലിന്യം കൂടുന്നോ അവിടെ തന്നെ തെരുവുനായ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ടുള്ള ഒരവസ്ഥ നമ്മളിപ്പം വിളക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കുരിയോട്ടുമലയുമായി ചേർന്നൊരു ഷെൽട്ടർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിയയുടെ ഈ ഒരു വേർപാടോട് കൂടിയാണ്, അല്ലെങ്കിൽ നിയയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് അടിയന്തര നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നിയയുടെ സംസ്കാര ചടങ്ങുകൾ പുനലൂർ ആലഞ്ചേരി ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. ഹഷ്മി.